ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ആരോഗ്യരംഗത്തും വികസനത്തിലും ആഗോള സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി കൈകോർത്ത് G7 സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും G7 ഉച്ചകോടിക്കിടെ ഇന്ന് ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. യമുന നദിയുടെ പുനരുജ്ജീവനം ലക്ഷ്യമിടുന്ന കിഷാവു പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ 6 സംസ്ഥാനങ്ങൾ ധാരണയിലെത്തി. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ അർജന്റീന അൾജീരിയ മത്സരം പുരോഗമിക്കുന്നു. സെനഗലിനെതിരെ ഫ്രാൻസിന് വിജയത്തുടക്കം. ഗോൾ വേട്ടയിൽ ലയണൽ മെസ്സിയെ മറികടന്ന് കിലിയൻ എംബാപ്പെ. വാർത്തകൾ വിശദമായി. ആരോഗ്യരംഗത്തും വികസനത്തിലും ആഗോള സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി കൈകോർത്ത് G7 സഖ്യം. അർബുദ നിർമ്മാർജ്ജനത്തിനും പ്രതിരോധത്തിനുമുള്ള ആഗോള പോരാട്ടം ശക്തമാക്കാൻ ഉച്ചകോടിയിൽ തീരുമാനമായി. വിശദാംശങ്ങൾ. ഇന്ത്യ ഉൾപ്പെടെയുള്ള പങ്കാളിത്ത രാജ്യങ്ങളുമായി ചേർന്ന് ആഗോളതലത്തിൽ ആരോഗ്യ വികസന രംഗത്ത് സഹകരണം ശക്തമാക്കുന്നതിനുള്ള സുപ്രധാന പദ്ധതികൾ G7 രാഷ്ട്രങ്ങൾ പ്രഖ്യാപിച്ചു. കോങ്കോയിലും ഉഗാണ്ടയിലും പടരുന്ന എബോള വൈറസിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഏകോപിത പ്രതിരോധത്തിന് ഫ്രാൻസിൽ ചേർന്ന ഉച്ചകോടി ആഹ്വാനം ചെയ്തു. സമ്പർക്ക പട്ടിക തയ്യാറാക്കൽ, അതിർത്തി നിരീക്ഷണം, പ്രാദേശിക ജനപങ്കാളിത്തം ഉറപ്പാക്കൽ എന്നിവയുൾപ്പെടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന ആഹ്വാനം ഇന്ത്യ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളും പങ്കുവച്ചു. അപൂർവ വൈറസ് വകഭേദത്തിനെതിരെയുള്ള വാക്സിൻ, രോഗനിർണയ സംവിധാനം, ചികിത്സ എന്നിവയ്ക്ക് പിന്തുണ നൽകുമെന്നും നേതാക്കൾ ഉറപ്പു നൽകി. ആഗോളതലത്തിൽ അർബുദത്തിനെതിരെയുള്ള പോരാട്ടം വേഗത്തിലാക്കാനുള്ള പ്രതിജ്ഞാബദ്ധത G7 ആവർത്തിച്ചു. ദുർബല രാജ്യങ്ങളെ സഹായിക്കുന്നതിനും സുസ്ഥിര സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി അന്താരാഷ്ട്ര വികസന നിക്ഷേപ ധനസഹായ രംഗത്ത് സഹകരണം തുടരുമെന്നും G7 കൂട്ടായ്മ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച ഇന്ന് നടക്കും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DC-യിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും നേരിട്ട് ചർച്ച നടത്തുന്നത് ഇത് ആദ്യമായാണ്. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിനൊപ്പം പ്രാദേശികവും അന്തർദേശീയവുമായ പ്രാധാന്യമുള്ള വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്യും. സുസ്ഥിര സാമ്പത്തിക വളർച്ച, നിർമ്മിത ബുദ്ധി എന്നിവയെക്കുറിച്ചുള്ള G7 സെഷനുകളിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. ജർമ്മൻ ചാൻസലറുമായും യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ UK, കാനഡ, UAE ഭരണത്തലവന്മാരുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തി. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ സ്ലൊവാക്യൻ സന്ദർശനം സാങ്കേതിക വിദ്യ അടക്കം വിവിധ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുമെന്ന് സ്ലൊവാക്യയിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാനും ഇത് സഹായകമാകുമെന്ന് അദ്ദേഹം ആകാശവാണിയോട് സംസാരിക്കവേ വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി സ്ലൊവാക്ക് റിപ്പബ്ലിക്കിലെ ബ്രാട്ടിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലൊവാക്യ സന്ദർശനത്തിനിടെ ഒപ്പുവെച്ച ധാരണാപത്രങ്ങൾ ഡിജിറ്റൽ സാങ്കേതിക വിദ്യാ രംഗത്ത് ഇന്ത്യക്ക് കൂടുതൽ മുന്നേറ്റങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്നതാണെന്ന് ഇന്ത്യൻ അംബാസിഡർ ആകാശവാണിയോട് സംസാരിക്കവേ ചൂണ്ടിക്കാട്ടി. ഓഡിയോ വീഡിയോ പ്രൊഡക്ഷൻ രംഗവുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ധാരണാപത്രമാണ് മറ്റൊന്ന്. ഇരു രാജ്യങ്ങളിലുമുള്ള ചലച്ചിത്ര നിർമ്മാതാക്കൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു കൊടുക്കുന്നത് കൂടിയാണ് ഈ നീക്കം. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ബിസിനസ് പ്രൊഫഷണലുകൾക്കും ഒട്ടനവധി പുതിയ അവസരങ്ങളാകും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഒപ്പുവെച്ച ധാരണാപത്രം ലഭ്യമാക്കുക എന്നും അംബാസിഡർ ചൂണ്ടിക്കാട്ടി. യമുന നദിയുടെ പുനരുജ്ജീവനവും ശുചീകരണവും ലക്ഷ്യമിട്ട് കിഷാവു ഡാം പദ്ധതിക്ക് വഴി തുറക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടന്ന നിർണായക യോഗത്തിൽ 6 സംസ്ഥാനങ്ങൾ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ ധാരണയിലെത്തി. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളാണ് പദ്ധതിക്കായുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കാൻ സമ്മതിച്ചത്. ധാരണാപത്രം ഒപ്പുവെച്ച ശേഷം പദ്ധതി അംഗീകാരത്തിനായി കേന്ദ്ര മന്ത്രിസഭയുടെ മുൻപാകെ സമർപ്പിക്കും. അന്താരാഷ്ട്ര യോഗ ദിനത്തിനോടനുബന്ധിച്ചുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ യോഗ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. യോഗ ദിനത്തിന് മുന്നോടിയായി മുംബൈയിലെ വോർലി സൈക്കിൾ ട്രാക്കിൽ ഇന്ന് ഫിറ്റ് ഇന്ത്യ സൈക്ലത്തോൺ സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ മാസം 21 ആചരിക്കുന്ന യോഗ ദിനത്തിന്റെ പ്രമേയം.
അന്താരാഷ്ട്ര യോഗ ദിനം സംബന്ധിച്ചുള്ള കൂടിയാലോചനാ യോഗം തിരുവനന്തപുരം ലോക് ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. സർവകലാശാല വൈസ് ചാൻസലർമാർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, മേര യുവഭാരത്, ആയുഷ് മിഷൻ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. കേരളത്തിൽ സെൻസസ് 2027 ഒന്നാം ഘട്ട നടപടിക്രമങ്ങൾക്ക് തുടക്കമായി. ലോക് ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയതോടെയാണ് സെൻസസ് ഒന്നാം ഘട്ടത്തിന് തുടക്കമായത്. സെൻസസ് പ്രക്രിയയിൽ എന്യൂമറേറ്റർമാരുമായി ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ഗവർണർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. se.census.gov.in എന്ന പോർട്ടലിലൂടെ ജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. അടുത്ത ഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ ആരംഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News _ TVM X ഹാൻഡിലും ലഭ്യമാണ്. നിപ രോഗലക്ഷണങ്ങളുമായി കോഴിക്കോട് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിരുന്ന 2 പേരെ കൂടി ഡിസ്ചാർജ് ചെയ്തു. ഇവരുടെ പരിശോധനാ ഫലം നേരത്തെ നെഗറ്റീവായിരുന്നു. 5 പേർ നിരീക്ഷണത്തിൽ തുടരുകയാണ്. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം സംസ്ഥാനത്തെ നിപ, ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഉന്നതാധികാര സമിതിയെ രൂപീകരിച്ചതായും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്ന തരത്തിൽ ടെലഗ്രാമിൽ ചില ചാനലുകൾ സജീവമാണെന്നും 14,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് ആവശ്യപ്പെടുന്നതെന്നും NTA അറിയിച്ചു. എന്നാൽ ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്നും ഇത്തരം പ്രചാരണങ്ങൾ പൂർണ്ണമായും വ്യാജമാണെന്നും NTA വ്യക്തമാക്കി. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിൽ കഴിഞ്ഞ 12 വർഷം ഇന്ത്യയ്ക്ക് സുവർണകാലമായിരുന്നു. ഈ മേഖലയിൽ കൈവരിച്ച മുന്നേറ്റങ്ങളെക്കുറിച്ച് ഒരു റിപ്പോർട്ട്. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തിന്റെ സാംസ്കാരികവും നാഗരികവുമായ പൈതൃകം വീണ്ടെടുക്കുന്നതിന് നിരവധി ചരിത്രപരമായ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. 2024 പരമ്പരാഗത നഗരശൈലിയിൽ നിർമ്മിച്ച അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ഭക്തിയുടെയും ഇന്ത്യയുടെ വാസ്തുവിദ്യാ മികവിന്റെയും പ്രതീകമായി മാറി. 2022 മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ ഏകദേശം 850 കോടി രൂപ ചെലവഴിച്ച് ഒന്നാം ഘട്ടം പൂർത്തിയായ മഹാകാൽ ലോക് ഇടനാഴിയിൽ ആധുനിക സാങ്കേതിക വിദ്യയും നിർമ്മിത ബുദ്ധിയും സമന്വയിച്ചിരിക്കുന്നു. 2021 ഉദ്ഘാടനം ചെയ്ത കാശി വിശ്വനാഥ് കോറിഡോർ ചരിത്രപ്രസിദ്ധമായ കാശി വിശ്വനാഥ ക്ഷേത്രത്തെ ഗംഗാ നദിയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നു. വാരാണസിയിൽ മാത്രം 48,000 കോടിയിലധികം രൂപയുടെ 580 വികസന പദ്ധതികൾക്കാണ് തുടക്കമിട്ടത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ആഫ്രിക്കൻ ശക്തിയായ സെനഗലിനെ 1-3 ഗോളുകൾക്ക് തകർത്ത് ഫ്രാൻസിന് വിജയത്തുടക്കം. ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ നടന്ന ആവേശ പോരാട്ടത്തിൽ 2 ഗോൾ നേടിയ കിലിയൻ എംബാപ്പെ 58 ഗോളുകളോടെ ഫ്രാൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഗോൾ വേട്ടക്കാരനായി. ലോകകപ്പ് ഗോൾ പട്ടികയിൽ ലയണൽ മെസ്സിയെയും എംബാപ്പെ മറികടന്നു. കളിയുടെ ആദ്യ പകുതിയിൽ സെനഗൽ കടുത്ത വെല്ലുവിളി ഉയർത്തിയെങ്കിലും രണ്ടാം പകുതിയിൽ ഫ്രാൻസ് കളം നിറഞ്ഞു. ഇന്ന് പുലർച്ചെ നടന്ന ഗ്രൂപ്പ് ഐയിലെ 2ാം മത്സരത്തിൽ നോർവേ 1-4 ഗോളിന് ഇറാഖിനെ വീഴ്ത്തി. ലോകകപ്പിലെ അരങ്ങേറ്റ മത്സരത്തിൽ തിളങ്ങിയ സൂപ്പർ താരം എർലിംഗ് ഹാലൻഡ് ഇരട്ട ഗോൾ നേടി. ലോകകപ്പിൽ ആരാധകർ കാത്തിരുന്ന അർജന്റീനയുടെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. കളിയുടെ ആദ്യ പകുതിയിൽ അൾജീരിയയ്ക്കെതിരെ അർജന്റീന 1 ഗോളിന് മുന്നിലാണ്. 17ാം മിനിറ്റിൽ ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ മാജിക്കിലാണ് അർജന്റീനയുടെ ഗോൾ പിറന്നത്. ഇംഗ്ലണ്ടിൽ നടക്കുന്ന ICC വനിതാ 2020 ലോകകപ്പിലെ 2ാം ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. ലീഡ്സിലെ ഹെഡിംഗ്ലിയിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 7 മണിക്കാണ് മത്സരം. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യരംഗത്തും വികസനത്തിലും ആഗോള സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി കൈകോർത്ത് G7 സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും G7 ഉച്ചകോടിക്കിടെ ഇന്ന് ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. യമുന നദിയുടെ പുനരുജ്ജീവനം ലക്ഷ്യമിടുന്ന കിഷാവു പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ 6 സംസ്ഥാനങ്ങൾ ധാരണയിലെത്തി. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ അർജന്റീന അൾജീരിയ മത്സരം പുരോഗമിക്കുന്നു. സെനഗലിനെതിരെ ഫ്രാൻസിന് വിജയത്തുടക്കം. ഗോൾ വേട്ടയിൽ ലയണൽ മെസ്സിയെ മറികടന്ന് കിലിയൻ എംബാപ്പെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.